കേരള പോലീസിന്റെ ഓരോ മറിമായങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു മരിച്ചു പോകുമെന്നാ തോന്നുന്നത്. സ്വന്തം പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന ഡ്രൈവറുടെ പേര് ആ സ്റ്റേഷനിലെ പോലീസുകാർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ചിരിക്കുകയല്ലാതെ നമ്മൾ എന്തു ചെയ്യാനാ? പേരറിയാത്ത ഡ്രൈവർ എന്നാണ് സ്വന്തം ഡ്രൈവറെ കുറിച്ച് പോലീസുകാരെ പറയുന്നത്. പക്ഷെ നമ്മുടെ ADGP അജിത് കുമാർ, MR അജിത് കുമാർ, പേരും അറിയാം, ആളിനെ കണ്ടാലും അറിയാം. പക്ഷെ സംഭവം നടന്നത് രാത്രിയിലായിരുന്നു. അപ്പൊ ഒരു മിന്നായം പോലെ അങ്ങ് പോയി. അതുകൊണ്ട് അജിത് കുമാർ ആയിരുന്നോ ADGP ആയിരുന്നു എന്നങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഉപന്യാസ വിഷയമായ ശബരിമലയിലെ ട്രാക്ടർ സംഭവം, ട്രാക്ടർ സവാരി, അതിലെ ട്രാക്ടർ മണിക്കൂറിൽ ഒരു 120 കിലോമീറ്റർ വേഗതയിലാണ് പോയത്. അതുകൊണ്ടാണ് ADGPയെ മനസ്സിലാക്കാൻ വയ്യാതെ പോയതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട FIR-ൽ പ്രതിപട്ടികയിൽ വരാതിരുന്നത്. നമ്മുടെ ADGP അജിത് കുമാർ ശബരിമലയില് പമ്പ മുതൽ സന്നിധാനത്തിലേക്കും അവിടെ നിന്ന് താഴെ പമ്പയിലേക്കും ഒരു ട്രാക്ടറിൽ സഞ്ചരിച്ചു, യാത്ര ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു പുകലും പുക്കാറുമായിട്ട് ഇരിക്കുന്നത്. ട്രാക്ടറിൽ സഞ്ചരിക്കാമോ, അത് നിയമവിരുദ്ധമാണോ എന്നറിയില്ല. പക്ഷേ ശബരിമലയില് ശ്രീ അയ്യപ്പൻ റോഡിൽ പാടില്ല. കാരണം ഹൈക്കോടതി അത് വിലക്കിയിരിക്കുക. വെറുതെ ഒരു ദിവസം രാവിലെ ഹൈക്കോടതി എന്നാൽ പിന്നെ ആ വഴിയിൽ ട്രാക്ടറിൽ ആളുകൾ കയറരുതെന്ന് പറഞ്ഞതല്ല. അത് വലിയ അപകട സാധ്യതയുള്ളതുകൊണ്ട് ചെയ്തതാ. ധാരാളം അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അപ്പൊ സുരക്ഷ മുൻനിർത്തി ഹൈക്കോടതി നൽകിയ ഒരു നിർദ്ദേശം, ഉത്തരവ്, അതാണ് നമ്മുടെ ADGP അജിത് കുമാർ ലംഘിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ രാജകീയമായ ട്രാക്ടർ സവാരി ശബരിമലയില് നടന്നത്. നമ്മുടെ ADGPക്ക് ഹൈക്കോടതിയുടെ വിലക്കൊക്കെ എന്ത്? ഹൈക്കോടതി അങ്ങനെ ഓരോന്ന് പറയും, അതൊന്നും അനുസരിക്കണമെന്നല്ലോ. അമ്മാവൻ അടുപ്പിലൂടെയും ട്രാക്ടർ ഓടിക്കാം, അതാണ് ഇപ്പോഴത്തെ നയം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏർപ്പാട്. ശബരിമലയിലെ ലൈസന്റെ ചുമതലയുള്ള ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം താഴെ പമ്പ സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു, നമ്മുടെ ADGP വരുന്നുണ്ട്, അദ്ദേഹത്തിന് സന്നിധാനം വരെ വരാൻ ട്രാക്ടർ ഏർപ്പാട് ചെയ്യണമെന്ന്. മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാ പറഞ്ഞത്. അതായത് ADGP അജിത് കുമാർ പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടിനോട്, DSPയോട് പറഞ്ഞു സഞ്ചരിക്കാൻ ട്രാക്ടർ വേണമെന്ന്. അത് ഈ ലൈസൺ ഓഫീസറോട് പറഞ്ഞു. ലൈസൺ ഓഫീസർ താഴെ പമ്പ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിച്ചു. അപ്പൊ പിന്നെ ചെല്ലുകയല്ലാതെ, ചെന്ന് അദ്ദേഹത്തെ സന്നിധാനത്തിലേക്ക് ട്രാക്ടറിൽ കൊണ്ടുപോവുകയല്ലാതെ വേറെ വഴിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. കേരള പോലീസിനും മറ്റും മുകളിൽ നിന്നുള്ള ഓർഡറാണ് അല്ലെങ്കിൽ ഉത്തരവാണെന്ന് പറയുന്നത് അതൊരു സാധാരണ ഏർപ്പാടാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഉത്തരവിന് രേഖയോ കടലാസോ കുറിപ്പടിയോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഉത്തരവ് ഇടുന്ന ആള് അദൃശ്യനായിട്ട് ഇരിക്കുകയേ ഉള്ളൂ. പക്ഷേ ഉത്തരവ് കേൾക്കുന്ന ആളത് അനുസരിക്കണം. അത് ഒരു കീഴാഫീസറായിരിക്കും. മേലാഫീസർ വഴിയാണ് ഈ മുകളിൽ നിന്നുള്ള ഉത്തരവ് വരുന്നത്. അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര് അതനുസരിച്ചേ പറ്റൂ. അത് അവരുടെ ജോലിയാ. അതിന് കടലാസുണ്ടോ രേഖയുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും ഇത്തരം ഉത്തരവുകള് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ടാണ് വെറും വാക്കാൽ ഈ മുകളിൽ നിന്ന് ഈ സാധനം താഴോട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേലക്കേട് സംഭവിച്ചു പോയാല് ഉത്തരവിട്ട മേലാഫീസറെ കാണാൻ പോലും കിട്ടത്തില്ല, അത് ആരാണെന്ന് പോലും അറിയത്തില്ല. അവസാനം കൊടുക്കുന്നത് ഏറ്റവും താഴെ ഈ ഉത്തരവ് അനുസരിച്ച അല്ലെങ്കിൽ അതനുസരിച്ച കാര്യങ്ങൾ നിർവഹിച്ച ഉദ്യോഗസ്ഥനായിരിക്കും. ശബരിമലയിലെ ഈ ട്രാക്ടർ സവാരിയില് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ ട്രാക്ടർ സവാരി സംഗതി സിമ്പിൾ ആണെങ്കിലും എല്ലാം പോലീസ് ബുദ്ധി ഉപയോഗിച്ചാണ് സംവിധാനം ചെയ്തിരുന്നത്. ഈ ശ്രീ അയ്യപ്പൻ റോഡില് ആദ്യത്തെ വളവ് കഴിഞ്ഞുള്ള സ്ഥലം, അവിടെ CCTV ക്യാമറകളുണ്ട്, പക്ഷെ എല്ലാം കേടായി കിടക്കുക. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സന്നിധാനത്തിനടുത്ത് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വരെ CCTV കാര്യമായിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ CCTVയുടെ പെരളിയാ. അതുകൊണ്ട് ADGPയും സംഘവും അവിടെ ഇറങ്ങി. അപ്പുറത്തോട്ട് പോയാൽ CCTVയിൽ പിടിക്കും. പക്ഷെ പോലീസ് ബുദ്ധി പിഴച്ചുപോയി. ആരോടാ കളി? സാക്ഷാൽ ശബരിമല അയ്യപ്പനോടാ. ഈ വന്ന വഴിക്ക് ഈ ഒന്നാം വളവ് മുതൽ ഇങ്ങോട്ട് വരുമ്പോ ഏതോ ചില CCTVകളിലെ ക്യാമറകൾ കണ്ണു തുറന്നു. അതിൽ ഇവരെല്ലാവരും പെടുകയും ചെയ്തു. മുമ്പിൽ സീറ്റിലിരിക്കുന്ന ADGP, ഗൺമാൻ, പുറകിൽ ഈ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന ഒരു കാരിയേജ് ഉണ്ട്, അതിങ്ങനെ കുത്തനെ നിൽക്കുക. അതിലാണ് ഈ സെക്യൂരിറ്റി ഓഫീസർ ഇരിക്കുന്ന. കൂടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർ. അപകടകരമായ യാത്രയാ. ഇതെല്ലാം ഈ CCTVയിൽ പതിഞ്ഞു. ഇത് ആളുകൾ അറിഞ്ഞു, പുറത്തറിഞ്ഞു. അത് മാത്രമല്ല, ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഇത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇന്നലെ എടുത്തിട്ട് കൊടഞ്ഞു. ആരെ? പോലീസിനെയും ADGPയെയും ഒക്കെ. അങ്ങനെയാണ് ഇത് വലിയൊരു വിവാദ വിഷയമായിട്ട് മാറിയത്. അപ്പൊ പിന്നെ FIR ഇടേണ്ടി വന്നു.
കോടതിയിൽ പറയണമല്ലോ, എന്തെങ്കിലും ഒരു ന്യായീകരണം കൊടുക്കണമല്ലോ. ആ FIR ആണ് നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്നത്. തുടക്കത്തിൽ അതാ പറഞ്ഞത്. ഇതില് ഒന്നാം പ്രതി അല്ലെങ്കിൽ ഏക പ്രതി എന്ന് പറയുന്നത് ഈ ട്രാക്ടർ ഓടിച്ച ഡ്രൈവറാ, പോലീസിന്റെ ഡ്രൈവറാ. ADGP ഒഴിവാക്കിയിട്ട്, യാത്ര ചെയ്ത ആളിനെ ഒഴിവാക്കിയിട്ട് ഈ ഡ്രൈവറെ പ്രതിയാക്കി എന്നുള്ളത് ഒന്നാമത്തെ വിചിത്രമായ കാര്യം. രണ്ടാമതോ, അദ്ദേഹത്തിന് പേരില്ല. പേരറിയാത്ത ഒരു ഡ്രൈവർ, അതാണ് FIR-ൽ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. പമ്പയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണിത്. അത് മാത്രമല്ല, ഈ ട്രാക്ടർ എന്ന് പറയുന്ന വാഹനം സാങ്കേതികമായി പറഞ്ഞാൽ നമ്മുടെ DGP-യുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഈ വാഹനം. അത് ഓടിച്ച ഡ്രൈവറെ നമ്മുടെ പോലീസിന് അറിയില്ല, പേരറിയാത്ത ഒരു ഡ്രൈവർ. അങ്ങനെയാണ് FIR-ൽ ചേർത്തിരിക്കുന്നത്. ചിരിക്കല്ലാതെ എന്ത് ചെയ്യും? നമ്മുടെ ADGP-ക്കും മറ്റും ഒരു ഉത്തരവാദിത്വം ഇല്ലതാനും. പക്ഷെ പോലീസിന് അറിയാതെ പോയ പോലീസ് ഡ്രൈവറുടെ പേര് മാധ്യമങ്ങൾക്കറിയാം. തിരുവല്ല പോലീസ് സ്റ്റേഷനിലുള്ള ഒരു വിവേക് കുമാറാണ് ഇപ്പോൾ ഈ FIR അനുസരിച്ച് പ്രതിയായിരിക്കുന്നത്. അദ്ദേഹം തിരുവല്ലയിലാണ്, ശബരിമലയിലെ പ്രത്യേക ഡ്യൂട്ടിക്ക് വന്നതാണ്. അങ്ങനെ ഒരു പാവം ഡ്രൈവർ കേസിൽ പ്രതിയായി. മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചു എന്ന കുറ്റം മാത്രം ചെയ്ത ഡ്രൈവർ ഇപ്പൊ കുറ്റവാളിയായി. അതാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഒരു കാര്യം ചെയ്തു കേട്ടോ. ഇതിപ്പോ ഈ ഡ്രൈവർ സ്വന്തമായിട്ട് ചെയ്തതാണെന്നൊന്നും പറഞ്ഞില്ല. ADGP വരുന്നത് അറിഞ്ഞുകൊണ്ട് ഈ ട്രാക്ടറുമായിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് സാർ ഇങ്ങോട്ട് കയറിയാട്ടെ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോയതാണെന്നൊന്നും പോലീസ് പറഞ്ഞില്ല. അത്രയും ഭാഗ്യം. സാർ, ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾ പേരറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം അവസരങ്ങളിൽ മെലുദ്യോസന്മാരെ സംരക്ഷിക്കുക? ആളുകളെ മനസ്സിലാക്കുന്നില്ലേ? ആടെ പട്ടിയാക്കുന്ന ഈ കളി എത്ര കാലം നിൽക്കും? അല്ലെങ്കിൽ തന്നെ പോലീസിന്റെ ഭരണം ഇപ്പൊ ആരാ നിർവഹിക്കുന്നത്? ആരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇപ്പൊ നമ്മുടെ പുതിയ DGP നല്ല മിടുക്കനായ ഒരാളാണ്. പക്ഷെ അദ്ദേഹവും CPM-ആയിട്ടുള്ള പഴയ ബന്ധം എന്തായിരുന്നു? കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ്, അതിന് CPM പ്രതിസ്ഥാനത്ത് നിർത്തിയ ആളാണ് രമത ചന്ദ്രശേഖർ. അദ്ദേഹത്തെ സംസ്ഥാന DGP ആയിട്ട് നിയമിക്കുന്നതിൽ CPM-നും CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് യാതൊരു മടിയും ഉണ്ടായില്ല. അക്കാലത്ത് പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിച്ചത് രമത ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യണമെന്ന. ആ രമത ചന്ദ്രശേഖരാണ് പിണറായി വിജയന്റെ കീഴിൽ ഇപ്പൊ DGP ആയിട്ട് ഇരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന SFIയുടെ സമരങ്ങൾ, യൂണിവേഴ്സിറ്റി ഓഫീസ് കയ്യേറിയ സംഭവം, അവിടെ പോലീസിന്റെ ബാരിക്കേഡും ഗേറ്റും ഒക്കെ മറിച്ചിട്ട് SFIക്കാർ അക്രമ സംഭവങ്ങൾ നടത്തുമ്പോൾ പോലീസ് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു കഥ, ഈ ശബരിമലയിൽ ഹൈക്കോടതിയുടെ ഒരു വിലക്ക് ലംഘിച്ചുകൊണ്ട് ADGP ട്രാക്ടറിൽ സഞ്ചരിച്ചതിന് പ്രതിയായ പോലീസുകാരൻ. എന്തൊരു കഷ്ടമാണിത്! സർക്കാരിന്റെ സംരക്ഷണമുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത വിഷയത്തിലെ പ്രധാന കഥാപാത്രമായ MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുക. നേരത്തെ ഒഴിഞ്ഞുപോയ DGP കാര്യം പറഞ്ഞതാ. എന്തെങ്കിലും ചെയ്യുമോ? ഗവൺമെന്റ് എന്തെങ്കിലും നടപടി എടുക്കുമോ? കേരള സർവകലാശാല നോക്കൂ, അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാ. ഒന്നും നടക്കുന്നില്ല. VC-ക്ക് ഓഫീസിൽ വരാൻ പറ്റുന്നില്ല. കാല് വെട്ടുമെന്നാണ് SFIക്കാര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2 രജിസ്ട്രാർമാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒരാളിനെ VC സസ്പെൻഡ് ചെയ്ത, ആ സസ്പെൻഷനിലായ രജിസ്ട്രാറെ VC സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷം ചേർന്ന സിൻഡിക്കേറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സസ്പെൻഷൻ പോയെന്നാണ് പറയുന്നത്. 2500-ഓളം ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ അവിടെ ഒപ്പിടാൻ കിടക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ഒന്ന് വിഷമിക്കുക. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുകയാ. VC ആദ്യം പറഞ്ഞു ഈ സസ്പെൻഷനിലായ രജിസ്ട്രാറെ അകത്ത് കടത്തരുതെന്ന്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവ് കൊടുത്തു. പുല്ലുവിലയാണ് കൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാറിൽ സർവകലാശാലയിൽ വന്നു, ഓഫീസിൽ പോയി. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാറ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം പിടിച്ചെടുത്ത് ഗാരേജിൽ സൂക്ഷിക്കണമെന്നും താക്കോല് മറ്റേ രജിസ്ട്രാറെ ഏൽപ്പിക്കണമെന്നും. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അതും അനുസരിച്ചില്ല. കാരണം അവിടെ ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 2-3 പേരാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഭരണം. സെക്യൂരിറ്റിക്കാരൊന്നും ചെയ്തില്ല. അപ്പം VC-യുടെ ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഔദ്യോഗിക കാറിൽ വന്നിറങ്ങുന്ന നമ്മുടെ അനിൽകുമാറിന്റെ, അതായത് VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിന്റെ കാറിൽ വന്നിറങ്ങുന്ന ഭാവം കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ടാൽ, 3ാം ലോകമഹായുദ്ധം ജയിച്ചു വരുന്ന സേനാധിപന്റെ ഭാവമാണ്. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തെ ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന് പറയാനേ പറ്റുന്നുള്ളൂ.